അതിസമ്പന്നൻ, ശതകോടീശ്വരൻ തുടങ്ങി പരമ്പരാഗതമായി നാം ഉപയോഗിച്ചു വരുന്ന വാക്കുകളൊന്നും മതിയാവില്ല ഇലോൺ മസ്കിന്റെ സാമ്പത്തിക ഉത്തുംഗതയെ വിശേഷിപ്പിക്കാൻ. അദ്ദേഹത്തിന്റെ അതിസമ്പന്നതയെ വിശേഷിപ്പിക്കാൻ ഒരുപക്ഷെ ഏറ്റവും നല്ല നാമം അദ്ദേഹത്തിന്റെ തന്നെ പേരായ ഇലോൺ മസ്ക് എന്നത് തന്നെയായിരിക്കും. കാരണം അത്രമേൽ സമ്പന്നനായ അദ്ദേഹത്തിന്റെ പേര് ഇന്ന് സമ്പന്നതയുടെ തന്നെ പര്യായമായി മാറിയിരിക്കുകയാണ്. സമ്പന്നതയ്ക്ക് മാത്രമല്ല, ജീനിയസ്, സ്ഥിരോത്സാഹി, കഠിനാധ്വാനി തുടങ്ങിയ പദങ്ങൾക്കും പര്യായമാണ് ഇലോൺ മസ്ക്. ആത്മവിശ്വാസത്തിന്റെ അങ്ങേയറ്റത്തെയും അർപ്പണബോധത്തെയും നമുക്ക് മസ്ക് എന്ന് പേര് ചൊല്ലി വിളിക്കാം. ശൂന്യതയിൽ തുടങ്ങിയ മസ്ക് ശൂന്യാകാശത്തേക്ക് യാത്ര തിരിക്കാൻ സാധാരണക്കാരെ പോലും പ്രചോദിപ്പിക്കുകയും അതിന് അവസരമൊരുക്കുകയും വിധം സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്ത് ലോകത്തെ തന്നെ ഞെട്ടിക്കുകയും ചെയ്തു. ഒരു വേള ഭ്രാന്തമെന്ന് തോന്നിപ്പിക്കുന്ന ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും ആളുകൾ വട്ടനെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ മസ്ക് ചിരിക്കുകയായിരുന്നു. ആ ചിരി പോലും ഭ്രാന്തൻ്റെതാണെന്ന് കളിയാക്കിയവർക്ക് മുന്നിൽ പിന്നീട് ആ ഭ്രാന്തനാശയങ്ങൾ യാഥാർത്ഥ്യമാക്കി അവതരിപ്പിച്ചപ്പോൾ ലോകം ശരിക്കും ചിന്തിച്ചു, മസ്കിനായിരുന്നില്ല, നമുക്കായിരുന്നു ഭ്രാന്തെന്ന്. തൊട്ടതെല്ലാം പൊന്നാക്കി വളർച്ചയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്നതിന് ഒരു വേള തിരിച്ചടിയുടെ വേലിയേറ്റം തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മസ്കിന്. എല്ലാം നഷ്ടപ്പെട്ടു, കിടപ്പാടം പോലെ വിറ്റു, ഭാര്യയെയും മക്കളെയും വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു, ഫാക്ടറിയുടെ മൂലയിലെ ഒരു കൊച്ചുമുറിയിൽ അന്തിയുറങ്ങി. ഇനി എന്തെന്ന് ചിന്തിക്കേണ്ടി വന്ന പരിമിതമായ അവസ്ഥയിലേക്ക് തൻ്റെ ബിസിനസ് സാമ്രാജ്യം കൂപ്പുകുത്തി. പക്ഷേ ആ അവസ്ഥയിലും മസ്ക് തെല്ലും തകർന്നില്ല. കഠിനാധ്വാനവും അർപ്പണബോധവും ശുഭപ്രതീക്ഷയും സന്നിവേശിപ്പിച്ച് മസ്ക് തിരിച്ചു പിടിക്കുകയായിരുന്നു ലോകത്തെ തന്നെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന തന്നെ തളർത്താൻ ഈ തിരിച്ചടികൾക്കൊന്നും കഴിയില്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി മസ്ക്. കമ്പ്യൂട്ടറിന്റെ പതിപ്പുകൾ നിരന്തരം കൂടുതൽ അപ്ഡേറ്റായി ഇറങ്ങിക്കൊണ്ടിരുന്ന 80 കാലഘട്ടം. മസ്കിനപ്പോൾ വയസ്സ് 10. 1981 ദക്ഷിണാഫ്രിക്കയിലെ സാൻഡൻ സിറ്റി മാളിൽ വെച്ച് ആദ്യമായി കമ്പ്യൂട്ടർ കണ്ടപ്പോൾ അച്ഛനോട് പണം ചോദിച്ചു വാങ്ങിയാണ് മസ്ക് അത് സ്വന്തമാക്കിയത്. എന്നാൽ തൊട്ടുപിറകെ ഇറങ്ങിയ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പുതിയ വേർഷൻ വാങ്ങാൻ അച്ഛനോട് പണം ചോദിച്ചെങ്കിലും അദ്ദേഹം അത് നൽകിയില്ല. എങ്ങനെയെങ്കിലും പണം കണ്ടെത്തണമെന്ന ചിന്തയിൽ കോഡ് എഴുതി വിറ്റ് കാശുണ്ടാക്കി കമ്പ്യൂട്ടർ വാങ്ങിയ മസ്കിന്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് പുതിയ വാങ്ങലുകളുടെയും നിർമ്മിതികളുടെയും കാശുണ്ടാക്കലിൻ്റെതുമായിരുന്നു. ഇടയ്ക്ക് ടെസ്ല കമ്പനി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയത് ഇതിനൊരു അപവാദമാണെങ്കിലും അവിടെ നിന്നും പുതിയ ഊർജം സംഭരിച്ച് കുതിച്ച മസ്ക് ഡൊണാൾഡ് ട്രംപിന്റെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയറായ എറൽ മസ്കിന്റെയും മോഡലും ഡയറ്റീഷ്യനുമായിരുന്ന മെയ് ഹാർഡമന്റെയും മൂത്ത പുത്രനായി 1971 ജൂൺ 28 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയ നഗരത്തിലാണ് ഇലോൺ മസ്കിന്റെ ജനനം. സഹോദരൻ കിംബലിന്റെയും സഹോദരി ടോസ്കയുടെയും പ്രിയപ്പെട്ട ചേട്ടൻ. പ്രിട്ടോറിയയിലെ പ്രധാനപ്പെട്ട പല കോൺട്രാക്റ്റുകളും ഏറ്റെടുത്ത് നടത്തിയ സമ്പന്നനായ ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു എറൽ. പക്ഷെ വീട്ടിൽ എന്നും കലഹമായിരുന്നു. ഒട്ടും സന്തോഷം കിട്ടിയിട്ടില്ലാത്ത ഒരു ബാല്യമായിരുന്നു തൻ്റെതെന്ന് മസ്കിനെ കൊണ്ട് പറയിപ്പിക്കും വിധം ബുദ്ധിമുട്ടേറിയതായിരുന്നു അവരുടെ കുടുംബജീവിതം. പലപ്പോഴും തന്നെ ഭർത്താവ് മർദ്ദിക്കാറുണ്ടെന്ന് മേയും പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിൽ അന്തർമുഖനെ പോലെ കഴിഞ്ഞ ഇലോൺ വ്യത്യസ്തമായ പെരുമാറ്റത്തിന് ഉടമ കൂടിയായിരുന്നു. 6ാമത്തെ വയസ്സിൽ തന്നെ പലരും അവന് ഭ്രാന്താണോ എന്ന് ചോദിച്ചു തുടങ്ങിയിരുന്നു. ഇലോണും ഇതേ ചോദ്യം തന്നോട് തന്നെ ചോദിച്ചു. ആം ഐ ഇൻസൈൻ? എനിക്ക് തലക്ക് വല്ല അസുഖവുമുണ്ടോ? ഇലോൺ മസ്ക് സ്വയവും ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ ചൂണ്ടിയും ഇതേ ചോദ്യം ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ട്വിറ്റർ വാങ്ങിയതിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളും കുട്ടിക്കാലത്ത് അമ്മയും അച്ഛനും വേർപിരിഞ്ഞപ്പോൾ എടുത്ത തീരുമാനവുമെല്ലാം പരിശോധിക്കുമ്പോൾ ഇക്കാര്യം നമുക്ക് വ്യക്തമാകും. ഇലോൺ മസ്കിന്റെ 8ാം വയസ്സിലാണ് അച്ഛനും അമ്മയും നിയമപരമായി വേർപിരിയുന്നത്. കുട്ടികളെ 3 പേരെയും അമ്മക്കൊപ്പം വിടാനായിരുന്നു കോടതി വിധി. എന്നാൽ അച്ഛൻ ഏകാന്തത അനുഭവിക്കേണ്ടി വരുമെന്ന് കരുതിയ ഇലോൺ അന്ന് അമ്മയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അച്ഛനൊപ്പം പോയി. പക്ഷേ പിന്നീട് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ഇലോൺ അച്ഛനെ കുറിച്ച് പറഞ്ഞത് ഹി വാസ് എ ഈവിൾ എന്നായിരുന്നു. കുഞ്ഞുനാൾ മുതലേ പലപ്പോഴും അവൻ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കിളി പോയ പോലെ ഇരിക്കുമായിരുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ ഒരു പ്രതികരണവുമില്ലാതെ അത് കണ്ട് ഇലോണിന്റെ അച്ഛനമ്മമാർ പോലും അവൻ ബധിരനാണെന്ന് കരുതി. അന്ന് കുട്ടികളിൽ കേൾവി മെച്ചപ്പെടുത്താനായി ചേരുന്ന അഡ്രിനോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ രീതി പോലും അവനുമേൽ പരീക്ഷിച്ചു. പക്ഷെ അതൊന്നും ഇലോണിന്റെ ആ ഇരുത്തം ഇല്ലാതാക്കിയില്ല. ഇലോൺ ഒരു ജീനിയസ് ആണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് അമ്മ മെയ് ആണ്. അതും ഇലോണിന്റെ 3ാം വയസ്സിൽ. അതുകൊണ്ട് തന്നെ അവർ അവനെ 1 വർഷം മുമ്പേ സ്കൂളിൽ ചേർത്തു.
സ്കൂളിൽ ചില അടിപിടി സംഘങ്ങളുടെ ആക്രമണം ഇലോൺ മസ്കിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒരിക്കൽ ക്രൂരമായ ആക്രമണത്തിൽ പരിക്കേറ്റ അവന് ആശുപത്രിയിൽ ദിവസങ്ങളോളം കഴിയേണ്ടി വരിക പോലും ചെയ്തു. അന്ന് ആക്രമണത്തിൽ തകർന്ന മൂക്കിന്റെ പാലം നേരെയാക്കാൻ റീകൺസ്ട്രക്റ്റീവ് സർജറി നടത്തേണ്ടി വന്നതിനെക്കുറിച്ച് മസ്ക് പിന്നീട് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും ഇടയ്ക്ക് വീഡിയോ ഗെയിം കളിക്കുകയുമായിരുന്നു കുട്ടിക്കാലത്തെ മസ്കിന്റെ പ്രധാന ഹോബി. കയ്യിലൊരു പുസ്തകമില്ലാതെ കാണാൻ കഴിയാത്ത വിധം കുട്ടിക്കാലത്ത് തന്നെ ഇലോൺ പുസ്തകങ്ങളെ പ്രണയിച്ചിരുന്നു. ദിവസവും ഏകദേശം 10 മണിക്കൂർ നേരം പുസ്തകം വായിക്കാനായി കുഞ്ഞുനാളിലെ ഇലോൺ ചെലവിട്ടു. കോമിക് പുസ്തകങ്ങളിലൂടെ ഫിക്ഷനിലും അവിടെ നിന്ന് നോൺ ഫിക്ഷനിലും എത്തി. 9ാമത്തെ വയസ്സിൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ വാല്യങ്ങൾ വരെ ഇലോൺ വായിച്ചു. വീട്ടിലെ മാഗ്നബോക്സ് ഒഡീസി കൺസോളിലാണ് ഇലോൺ വീഡിയോ ഗെയിം കളിക്കാറുള്ളത്. അന്ന് ആകെ 4 ഗെയിം കളിക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ആ കൺസോളിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കളിച്ചു മടുത്തപ്പോൾ സ്വന്തമായി ഒരു ഗെയിം എങ്ങനെ ഉണ്ടാക്കും എന്ന ചിന്തയിലായി ഇലോൺ മസ്ക്. അതിന് പ്രോഗ്രാമിംഗ് പഠിക്കണമെന്ന് തിരിച്ചറിഞ്ഞ ഇലോൺ കോഡിംഗ് പഠിക്കാൻ അന്ന് മാർക്കറ്റിലുണ്ടായിരുന്ന 6 മാസത്തിനുള്ളിൽ ബേസിക് പഠിക്കാമെന്ന പുസ്തകം വാങ്ങി. രാവും പകലുമില്ലാതെ വായിച്ച് 3 ദിവസം കൊണ്ടത് പഠിച്ചെടുത്തു. സാൻഡൻ സിറ്റി മാളിൽ വെച്ച് കമ്പ്യൂട്ടർ വാങ്ങിയ സമയമായിരുന്നത്. സ്വന്തമായി വീഡിയോ ഗെയിം കോഡ് ചെയ്തുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് സത്യത്തിൽ കയ്യിലുണ്ടായിരുന്ന പണവും അച്ഛൻ്റെ സഹായവും കൂട്ടി ആ കൊമഡോർ 6C20 എന്ന കമ്പ്യൂട്ടർ വാങ്ങിയത്. അങ്ങനെ അതിൽ ഇലോൺ സ്വന്തമായി കോഡിംഗ് ചെയ്തു തുടങ്ങി. 10 വയസ്സുകാരന് ക്രിക്കറ്റും ഫുട്ബോളുമെല്ലാം കളിക്കുമ്പോഴുണ്ടാകുന്നതിനേക്കാൾ വലിയ ആനന്ദം ഇലോണിന് ആ കോഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയിരുന്നു. കുറെ കമാൻഡുകൾ സ്ക്രീനിലടിച്ച് കോഡാക്കി അത് റൺ ചെയ്യുമ്പോൾ സ്ക്രീനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇലോണിനെ അത്ഭുതപ്പെടുത്തി. കമ്പ്യൂട്ടറിന്റെ പുതിയ വേർഷൻ വാങ്ങാൻ കോഡ് എഴുതി വിറ്റ് കാശുണ്ടാക്കിയ ഇലോൺ 2 വർഷത്തെ പ്രോഗ്രാമിംഗ് പരിചയം വെച്ച് ലൈസൻസ്ഡ് കോഡുകൾ വരെ ഉണ്ടാക്കി. അതിനിടയിലാണ് BTA ഓഫീസ് ടെക്നോളജി എന്ന മാഗസിൻ പുതുതായി കോഡ് ചെയ്യപ്പെടുന്ന സോഫ്റ്റ്വെയറുകൾക്ക് പ്രതിഫലം നൽകുന്നു എന്ന വിവരം ഇലോൺ അറിയുന്നത്. അങ്ങനെ 1984 തൻ്റെ 13ാമത്തെ വയസ്സിൽ ഇലോൺ മസ്ക് ഒരു സ്പേസ് തീംഡ് ഓൺലൈൻ ഗെയിം കോഡ് ചെയ്തു. ഇലോണിന് $500 പ്രതിഫലം നൽകിയാണ് ബ്ലാസ്റ്റർ എന്നുപേരുള്ള ഈ ഗെയിം BTA മാഗസിൻ വാങ്ങിയത്. അക്കാലത്ത് അമേരിക്കയിൽ $500 എന്നത് സാമാന്യം നല്ലൊരു തുക തന്നെയായിരുന്നു. അങ്ങനെ പുതിയ കോഡിംഗ് സാങ്കേതികങ്ങൾ പഠിച്ചെടുത്ത് അവ എഴുതി ഇലോൺ പണമുണ്ടാക്കി. കുറെ കൂടി നല്ല കമ്പ്യൂട്ടറുകൾ വാങ്ങി. പുതിയ കോഡുകൾ എഴുതി വീണ്ടും പുതിയ സിസ്റ്റം വാങ്ങി. അങ്ങനെ ഇലോൺ യാത്ര തുടർന്നു. അതിനിടയിൽ നാം മസ്കിന്റെ പഠനകാലത്തെ മറ്റു വിശേഷങ്ങൾ കുറിച്ച് ഒന്ന് നോക്കാം. മസ്കിന്റെ പഠനത്തിലുമുണ്ടായിരുന്നു ഏറെ പ്രത്യേകതകൾ. ഭാവിയിൽ കൂടുതൽ അത്യാവശ്യമുള്ളത് നന്നായി പഠിക്കുക, അല്ലാത്തത് ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കുക എന്നതായിരുന്നു നയം. ആഫ്രിക്കൻസ് ഭാഷ പഠിക്കാൻ അക്കാലത്ത് സൗത്ത് ആഫ്രിക്കയിൽ നിർബന്ധമായിരുന്നു. അതിൽ പാസ്സായേ പറ്റൂ. പക്ഷെ ആ ഭാഷ പഠിച്ചതുകൊണ്ട് തൻ്റെ സ്വപ്നമായ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT മേഖലയിൽ യാതൊരു പ്രയോജനവുമില്ലെന്ന് മസ്കിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഭാഷ പാസ്സാവാൻ വേണ്ടി മാത്രം പഠിച്ച മസ്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. അന്നേ അവൻ ചിന്തിച്ചത് തനിക്ക് എത്തിപ്പിടിക്കേണ്ട പുതിയ ലോകത്തെക്കുറിച്ചായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കാനഡയിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും പുതിയ പ്രതീക്ഷകളുമായി മസ്ക് പറന്നു. അമേരിക്കയിലെ പെൻസിൽവാനിയ സർവകലാശാലയിൽ നിന്ന് 3 വർഷത്തിനുള്ളിൽ എക്കണോമിക്സ്, ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ ഒരേ സമയം മസ്ക് ബിരുദം നേടി. പിന്നീട് വിശ്വവിഖ്യാതമായ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ മെറ്റീരിയൽ സയൻസിൽ ഡോക്ടറേറ്റിന് രജിസ്റ്റർ ചെയ്തത് വലിയ പ്രതീക്ഷകളോടെയായിരുന്നു. 2 ദിവസം കൊണ്ട് പക്ഷേ ആ പഠനം മസ്ക് ഉപേക്ഷിച്ചു. എക്കാലവും വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു മസ്ക്. വിവാദങ്ങളുടെയും അല്ലാതെയും അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവും കുടുംബജീവിതവും മാത്രമല്ല, ട്വിറ്റർ വാങ്ങിയതുൾപ്പെടെയുള്ള സംരംഭങ്ങളുടെ തുടക്കം പോലും ലോകത്താകമാനം വലിയ ചർച്ചയായി. ആഗോള ജനാധിപത്യത്തിന് അത്യന്താപേക്ഷികമായ സംഭാഷണ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനായിരുന്നു ട്വിറ്റർ വാങ്ങുമ്പോഴുള്ള അവകാശവാദം. മസ്ക് ട്വിറ്റർ വാങ്ങിയതിന് പിന്നിലും രസകരമായ ഒരു കഥയുണ്ട്. പുറം ലോകത്തെ അറിയിക്കാതെ 2022 ജനുവരി മുതലാണ് മസ്ക് ട്വിറ്ററിന്റെ ഓഹരി വാങ്ങാൻ തുടങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ $300 കോടി നൽകി ട്വിറ്ററിന്റെ 9.2% ഓഹരി മസ്ക് വാങ്ങി. വാർത്ത പുറത്തു വന്നതോടെ ട്വിറ്റർ മേധാവി മസ്കിനെ ഡയറക്ടർ ബോർഡിൽ അംഗമാക്കിയെങ്കിലും അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അംഗമായാൽ കമ്പനിയുടെ ഗുണത്തിന് വേണ്ടിയേ പ്രവർത്തിക്കൂ എന്ന നിയമം അനുസരിക്കേണ്ടി വരുമെന്നും അതുപോലെ പരമാവധി 14.9% ഓഹരിയെ വാങ്ങാനാവൂ എന്നതുമായിരുന്നു അതിന് കാരണം. അതേസമയം ഏതാനും ദിവസങ്ങൾക്കകം ട്വിറ്ററിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കാനും മസ്ക് മറന്നില്ല. എന്നാൽ ഓഹരികൾ വില കുറച്ചു വാങ്ങാൻ മസ്ക് നിയമം ലംഘിച്ചുവെന്ന് പറഞ്ഞ് ഓഹരി ഉടമകളിൽ ഒരാൾ ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ രജിസ്റ്റർ ചെയ്തു. ഒരു കമ്പനിയുടെ 5% ഓഹരിയെങ്കിലും വാങ്ങിച്ചാൽ അത് വെളിപ്പെടുത്തണമെന്ന നിയമമാണ് മസ്ക് ലംഘിച്ചതെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഇതോടെ ഏറെ വിവാദങ്ങളുണ്ടായി. എന്നാൽ ലോകത്തെ ആകെ ഞെട്ടിച്ച് മസ്ക് അന്ന് തന്നെ ട്വിറ്ററിന് വിലയിട്ടു. $43 ബില്യൺ ആയിരുന്നു മസ്ക് പറഞ്ഞ വില. $37 മില്യൺ ആയിരുന്നു അന്ന്
ട്വിറ്ററിന്റെ മൂല്യം. അതിന്റെ 18% അധികം മസ്ക് നൽകിയ വാഗ്ദാനം. $44 ബില്യൺ മസ്ക് ട്വിറ്ററിനെ ഏറ്റെടുത്തു. മസ്കിന്റെ ഏറ്റെടുക്കൽ വാഗ്ദാനം ട്വിറ്റർ ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചു. സ്വന്തമാക്കിയ ഉടൻ തന്റെ ഏറ്റവും വലിയ വിമർശകർ കൂടി ട്വിറ്ററിൽ തുടരുമെന്നാണ് പ്രതീക്ഷയെന്ന് പറഞ്ഞ് മസ്ക് അടുത്ത വെടിപൊട്ടിച്ചു. പേരുൾപ്പെടെ മാറ്റിയും ഉയർന്ന ഉദ്യോഗ തലങ്ങളിൽ പോലും അഴിച്ചുപണി നടത്തിയും മസ്ക് വിമർശനങ്ങളും വിവാദങ്ങളും വീണ്ടും ക്ഷണിച്ചു വരുത്തി. മസ്കിന്റെ വ്യക്തി കുടുംബജീവിതവും വിവാദങ്ങളും വാർത്തകളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. കീൻസ് സർവകലാശാലയിൽ തന്റെ സഹപാഠിയായ ജസ്റ്റിൻ വിൽസനെ വിവാഹം കഴിച്ച് 2000-ലാണ് മസ്ക് ആദ്യത്തെ ദാമ്പത്യത്തിലേക്ക് കടക്കുന്നത്. 2002-ൽ ജനിച്ച ആദ്യ കുട്ടി നവാഡ 10 ആഴ്ച പ്രായമുള്ളപ്പോൾ മരിച്ചു. പിന്നീട് അടുത്ത 4 വർഷത്തിനിടെ IVF-ലൂടെ 5 കുഞ്ഞുങ്ങൾ കൂടി ഈ ദമ്പതിമാർക്ക് ഉണ്ടായി. എന്നാൽ ഇതിനിടയിൽ അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ പെരുകി. ഒടുവിൽ 2008-ൽ ആ ബന്ധം വിവാഹമോചനത്തിൽ കലാശിച്ചു. തനിക്ക് ഒരു ട്രോഫി വൈഫായി ഇരുന്ന് മടുത്തു എന്നാണ് ജസ്റ്റിൻ മോചനത്തെക്കുറിച്ചുള്ള കാരണമായി പറഞ്ഞത്. ഭാര്യ എന്ന നിലക്കുള്ള തന്റെ പെർഫോമൻസ് മോശമാണ് എന്നും തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നുവെങ്കിൽ എന്നെ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞിരുന്നുമൊക്കെ ഇടയ്ക്കിടെ ഇലോൺ പറഞ്ഞിരുന്നതായും ജസ്റ്റിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2008-ൽ ഇംഗ്ലീഷ് അഭിനേത്രി ടാലുല റൈലിയെ ഡേറ്റ് ചെയ്ത് ഇലോൺ 2010-ൽ അവരെ വിവാഹം കഴിച്ചു. 2012-ൽ വിവാഹമോചനം നേടിയ അവർ 2013-ൽ വീണ്ടും വിവാഹിതരായി. 2014-ൽ രണ്ടാമതും ആ ബന്ധം തല്ലിഞ്ഞു പിരിഞ്ഞു. പിന്നീട് പ്രശസ്ത നടി ആംബർ ഹെർഡിനെയും ഗ്രെയിംസ് എന്നു പേരുള്ള ഒരു പോപ്പ് ഗായികയെയും ഇലോൺ മസ്ക് ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രെയിംസിൽ തനിക്കുണ്ടായ ആൺകുഞ്ഞിനെ വളരെ വിചിത്രമായ ഒരു പേരിട്ടും മസ്ക് മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. 2001 മെയ്യിൽ നടന്ന സാറ്റർഡേ നൈറ്റ് ലൈവ് പരിപാടിയിൽ തനിക്കൊരു തരം ഓട്ടിസമായ ആസ്പെർബർഗർ സിൻഡ്രം എന്ന രോഗമുണ്ട് എന്ന് മസ്ക് പറഞ്ഞതും വലിയ വാർത്തയായി. ഇതിനെല്ലാം ഇടയിൽ ദിവസവും 6 മണിക്കൂർ ഉറങ്ങി രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് മസ്ക് ജോലി തുടങ്ങും. പുതിയ സ്വപ്നങ്ങൾ കാണും. ഉറക്കത്തിലല്ല, ഉണർച്ചയിൽ തന്നെ. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ദിവസവും 16 മണിക്കൂറിലേറെ കഠിനാധ്വാനം ചെയ്യും. അതിനെല്ലാം ഇടയിൽ ആഴ്ചയിൽ ഒരു ദിവസം മക്കൾക്കൊപ്പം ചെലവഴിക്കാനും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വെറുതെ ഇരിക്കാനും വിനോദത്തിനുമെല്ലാം മസ്ക് സമയം കണ്ടെത്തും. വിവാദങ്ങൾ ഒരു ഭാഗത്ത് അരങ്ങ് തകർത്തപ്പോഴും പരാജയങ്ങളുടെ കയ്പുനീർ കുടിക്കേണ്ടി വന്നപ്പോഴും തളർന്നിട്ടില്ലെന്നതാണ് മസ്കിലെ മനുഷ്യനെ വേറിട്ട് നിർത്തുന്നത്. എത്ര തവണ പരാജയപ്പെട്ടാലും വിജയിക്കും വരെ വിശ്രമമില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തയാളെ എങ്ങനെയാണ് നമുക്ക് തോൽപ്പിക്കാനാവുക? അതുകൊണ്ടാണ് മസ്ക് ഫോബ്സ് മാഗസിന്റെയും ബ്ലൂംബർഗ് ഇൻഡെക്സിന്റെയും കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി ജൈത്രയാത്ര തുടരുന്നത്. മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കൽ, ന്യൂറാലിങ്ക് തുടങ്ങിയ നൂതന ആശയങ്ങളും നിർമ്മിത ബുദ്ധിയിലെ മുന്നേറ്റവുമെല്ലാം മസ്കിനെ കൂടി അടയാളപ്പെടുത്തുന്നവയാണ്. 2050-ൽ ചൊവ്വയിലെ കോളനി സ്ഥാപിക്കണമെന്ന സ്വപ്നം കണ്ടിരിക്കുകയാണ് മസ്ക്. അതെ, മനുഷ്യൻ ചിന്തിക്കാത്ത തലങ്ങളിൽ ചിന്തിക്കുകയും അതിനായി പണിയെടുക്കുകയും ചെയ്യുന്നുവെന്നതാണ് മസ്കിനെ മറ്റുള്ള എല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്.